എല്ലാവർക്കും ഡൗട്ട് ആയിരിക്കും എങ്ങനെയാണ് ഈ ലിവർപൂൾ ഒറ്റ സീസൺ തന്നെ ഇത്രയും ട്രാൻസ്ഫർ നടത്തിയത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫെയർ പ്ലേ ഒന്നും അവർക്ക് ബാധകമല്ലേ എന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഈ ലിവർപൂൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ നിലവിലെ ബെസ്റ്റ് പ്രോഫിറ്റബിൾ ക്ലബ്ബുകളിൽ ഒന്നാണ്. കഴിഞ്ഞ സീസണിൽ അവർക്ക് റെക്കോർഡ് തുകയാണ് കൊമേഴ്ഷ്യൽ റവന്യൂ എന്ന് കിട്ടിയത്. മാത്രമല്ല മാച്ച് ഡേ റവന്യൂ, സ്പോൺസർഷിപ്പ്, ചാമ്പ്യൻസ് ലീഗ് റവന്യൂ, പ്രീമിയർ ലീഗ് വിൻ ചെയ്തതിന്റെ റവന്യൂ, അങ്ങനെ മൊത്തം ഒരു ബിഗ് എമൗണ്ട് തന്നെ അവരുടെ പക്കൽ ഇപ്പം നിലവിലുണ്ടായി. ഈ കഴിഞ്ഞ കുറച്ച് വർഷത്തെ ട്രാൻസ്ഫർ വിൻഡോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ലിവർപൂൾ അങ്ങനെ വലിയ എർത്ത് ഷാറ്ററിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫറുകളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അവരുടെ സ്ക്വാഡിലുള്ള എൻഡേഴ്സൺ, ഫാബിനോ, സദിയോ മനെ പോലുള്ളവരെ സെല്ല് ചെയ്തുകൊണ്ട് അവരുടെ വേജ് ബില്ല് കുറയ്ക്കുകയും അവർ റവന്യൂ കൂട്ടുകയും ചെയ്തിട്ടുണ്ടായി. ഇനി മറ്റുള്ള ക്ലബ്ബുകളെ പോലെ ലിവർപൂൾ അവരുടെ വേജ് ബില്ല് റോക്കറ്റ് പോലെ ഉയർത്താറില്ല. അവരെല്ലാത്തിനും ഒരു ക്ലോസ് വയ്ക്കും. ആ ക്ലോസ് എപ്പോഴാണോ മീറ്റ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും ഒരു ബോണസ് പോലെ പണം നൽകുന്നത്. സോ ഇതുകൊണ്ട് തന്നെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ അപ്പോൾ തന്നെ അത് ബാധിക്കില്ല. ഇനി ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ലൂയിസ് ഡേയ്സിനെയും ഡാർവിൻ നൂനിസിനെയും അവർക്ക് വിൽക്കാൻ സാധിച്ചിരുന്നു. അതുമൂലം അവരുടെ വേജ് ബില്ല് വീണ്ടും താഴ്ന്നു. ഇനി ഈസി ആയിട്ട് അവർക്ക് ഇസാക്കിനെ ന്യൂകാസിൽ നിന്നും വാങ്ങിക്കാം. അത് മാത്രമല്ല ഒരു വിങ്ങറേയും ഒരു ബാക്കിനെ കൂടി അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇതാണ് കാരണം, അല്ലാതെ അവർക്ക് ഫിനാൻഷ്യൽ ഫെയർ പ്ലേ ബാധകമല്ലാത്തതുകൊണ്ടല്ല.